ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പീക്കോ സിറ്റിഎഫിലെ ക്രാക്ക് ദ ഗേറ്റ് 1 എന്ന ലാബിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ലാബ് നമുക്ക് സോൾവ് ചെയ്യാൻ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു യൂസറിനെ ഒരു ഇമെയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാറില്ല, ഈ യൂസറിൻ്റെ പാസ്വേഡ് നമുക്കറിയില്ല. അപ്പോൾ എന്താണ് നമുക്ക് ഇതിപ്പോൾ എന്താണ് ബൈപ്പാസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ബ്രൂട്ട് ഫോഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ ബ്രൂട്ട് ഫോഴ്സ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിൽ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്പേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സീക്രട്ട് വേ ഈ വെബ് ആപ്ലിക്കേഷനിൽ ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താവുക, സോഴ്സ് കോഡിൽ ജസ്റ്റ് എന്താവുക ഒരു ഇത് ഹിഡ് മറ്റേ സോഴ്സ് കോഡിൽ മറ്റേ കമൻറ്റ് ഹിഡൻ ചെയ്യണതാവാം, അങ്ങനെ പലതാവും. നമുക്ക് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇപ്പോൾ ഞാൻ ഇൻസ്റ്റൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഹിൻഡ് നോക്കി നോക്കാം എന്താ പറഞ്ഞിട്ടുള്ളത്, റീഫ്രഷ് ചെയ്ത് നോക്കാം. ഹിൻഡിൽ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്പേഴ്സ് സോഴ്സ് കോഡിൽ കമൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള രീതിയിലാണ് എന്ത് പറയണത് ഹിൻഡിൽ പറയുന്നത്. പക്ഷെ എന്താണ്, അത് പ്ലെയിൻ ടെക്സ്റ്റ് അല്ല. അപ്പോൾ എന്താ വല്ല സൈഫർ ടെക്സ്റ്റോ അല്ലെങ്കിൽ ഇൻകോഡ് ഫോമാറ്റിലോ എന്തെങ്കിലും ആയിരിക്കാം. നമുക്ക് എന്ത് ചെയ്യാം, വെബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇമെയിലും പാസ്വേഡും പ്രൊവൈഡ് ചെയ്യാനുള്ളതുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, സോഴ്സ് കോഡ് ചെക്ക് ചെയ്ത് നോക്കാം. സോഴ്സ് കോഡിലാണല്ലോ ഇവിടെ KQRINPPRF ഈ സാധനം നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കോപ്പി ചെയ്യുക. നമുക്ക് സെക്കൻഡ് ഇന്നെന്ന് നോക്കാം. കോമൺ ടെക്സ്റ്റ് റൊട്ടേറ്റ് ഈച്ച് ലെറ്റർ ബൈ 13 പൊസിഷൻ ഇൻ ആൽഫബറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാണ്ട്, ഇത് റോട്ട് 30 ഫോർമാറ്റിലാണ് എൻകോഡ് ചെയ്തില്ല നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, റോട്ട് 30 ഡീകോഡ് ചെയ്യാൻ ഉപയോഗിക്കുക. എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ കണ്ട് നമുക്കൊരു റിക്വസ്റ്റ് ഹെഡർ കിട്ടും. ഈ ഹെഡർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ലാബ് നമ്മൾ സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് ലോഗിനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്കൊരു ഇമെയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇമെയിൽ ജസ്റ്റ് കോപ്പി ചെയ്യുക, ഏതെങ്കിലും ഒരു ഇമെയിൽ അടിക്കുക. നമുക്ക് പാസ്വേഡ് എന്തെങ്കിലും റാൻഡം എന്തെങ്കിലും പാസ്വേഡ് അടിക്കുക. അവിടെ എന്ത് ചെയ്യുക, നമ്മൾ ഇൻ്റർസെപ്റ്റ് ചെയ്തുകൊണ്ട് ഈ റിക്വസ്റ്റ് ക്യാപ്ചർ ചെയ്യുക. അപ്പോൾ നമ്മൾ ക്യാപ്ചർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കാണുന്നത്, റിക്വസ്റ്റിൽ എങ്ങനെയാണ് റിക്വസ്റ്റ് വരുന്നത്. നമ്മൾ നോർമലായിട്ടൊരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കാണിക്കുക, 401 അൺഓതറൈസ്ഡ് എന്നാണ് കാണിക്കുന്നത്. ഇതെന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസറിൻ്റെ പാസ്വേഡ് നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ റിക്വസ്റ്റ് ഹെഡർ എന്ത് ചെയ്യുക, ഇതിൽ ആഡ് ചെയ്ത് വെക്കുക. ഇതിലെന്താ പറയുന്നത്, എക്സ്ഡേവ് ആക്സസ് എസ് എന്ന് പറയുന്നത്, അതായത് ഡെവലപ്പേഴ്സിന് ആക്സസ് കൊടുക്കുന്ന ഒരു ഹെഡറാണിത്. ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. ഇതെന്ത് ചെയ്യുക, ഡു ഇൻ്റർസെപ്റ്റ് റെസ്പോണ്ട് ചെയ്ത് റിക്വസ്റ്റ് കൊടുക്കുക. ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, നമുക്ക് 200 ഒക്കെ കിട്ടി. നമ്മൾ ആ യൂസറായിട്ട് ലോഗിനായി. നമുക്ക് ഈ യൂസർ ലോഗിനായിട്ട് അറിയാൻ വേണ്ടിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ ഫ്ലാഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ലോഗിനായി നടത്താം. നമുക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടിയാണ്ട് അത് ജസ്റ്റ് തന്നെ ഫ്ലാഗ് സബ്മിറ്റ് ചെയ്യട്ടെ. സബ്മിറ്റ് ഫ്ലാഗ്. ഓക്കെ, അത് ഇൻ്റർസെപ്റ്റിൻ്റെ പ്രശ്നം. ഓക്കെ, ഇൻ്റർസെപ്റ്റ് ഓഫ് ആക്കാം. അങ്ങനെ എന്ത് ചെയ്തു, സക്സസ്ഫുള്ളി സോൾവ് ചെയ്തു. അപ്പോൾ ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇതിൽ ഈ ലാബിൽ നമ്മൾ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഴ്സ് കോഡിൽ മേ ബി ഡെവലപ്പേഴ്സ് എന്തെങ്കിലും ഹിഡൻ ആയിട്ട് എന്തെങ്കിലും വെക്കാം. അവരെ യൂസിന് വേണ്ടിയിട്ട് തന്നെ അവർ ഇതാക്കുന്നത്. ചിലപ്പോൾ അവരെന്ത് ചെയ്യാം, ഈ ആപ്പ് പബ്ലിഷ് ചെയ്യുമ്പോൾ ആ കമൻറ്റ് അവർ റിമൂവ് ചെയ്യാൻ മറക്കും. അപ്പോൾ സോഴ്സ് കോഡ് ചെക്ക് ചെയ്ത് നോക്കണം, നല്ലതാണ്. നമുക്ക് ഈ ലാബ് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്ത ലാബിൽ ഞാൻ അടുത്തൊരു വൾനറബിലിറ്റീസിനെ പറ്റി പറയാം. അപ്പോൾ ഇത്രയുള്ളൂ ഈ ലാബ്. ഓക്കെ.